വിമാനത്തിൽ പവർ ബാങ്ക് ഉപയോഗം പൂർണ്ണമായും നിരോധിക്കാൻ ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻ തീരുമാനിച്ചു. ഒക്ടോബർ 1 മുതൽ തീരുമാനം നടപ്പാക്കും. പവർ ബാങ്കുകൾ പൊട്ടിത്തെറിച്ചും തീപിടിച്ചും ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ലിത്തിയം അയൺ അല്ലെങ്കിൽ ലിത്തിയം പോളിമർ ബാറ്ററികളാണ് പവർ ബാങ്കുകളിലുള്ളത്. ഇത്തരം പവർ ബാങ്കുകൾ കൂടുതലായിട്ട് ചാർജ് ചെയ്താൽ അല്ലെങ്കിൽ കേടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പവർ ബാങ്കുകൾ പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ തീപിടുത്തമുണ്ടാകാം. പവർ ബാങ്കിൽ നിന്നും ഒരുപക്ഷെ വിഷവാതകം പുറത്തേക്ക് വരാം. ഇത്തരം അപകടം പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ ടാബോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണമോ ചാർജ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ വിമാനത്തിലെ പവർ പോയിന്റ് ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാനും പാടില്ല. പിന്നീട് ഈ പവർ ബാങ്ക് സൂക്ഷിക്കേണ്ടത് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആ ഭാഗത്ത് ഒരിക്കലും പവർ ബാങ്കുകൾ സൂക്ഷിക്കാൻ പാടില്ല. മറിച്ച് ഒന്നുകിൽ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ മുൻ സീറ്റിൻ്റെ ബാക്കിലുള്ള കവറിൽ അവിടെ വേണം പവർ ബാങ്ക് സൂക്ഷിക്കാൻ എന്നുള്ളതാണ് എമിറേറ്റ്സ് എയർലൈൻ അറിയിക്കുന്നത്. ഏതായാലും യാത്രക്കാരുടെ സുരക്ഷ എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, പവർ ബാങ്ക് നമുക്ക് കൊണ്ടുപോകാവുന്നതിന് തന്നെ അത് 100 വാട്ട്സിൽ താഴെ ശേഷിയുള്ള പവർ ബാങ്കുകൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുകൂടി എമിറേറ്റ്സ് എയർലൈൻ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ പവർ ബാങ്കുകളൊക്കെ ലഗേജിൽ, ഹാൻഡ് ബാഗേജിൽ അല്ലാതെ ലഗേജിൽ കൊണ്ടുപോകുന്നതിന് നേരത്തെ തന്നെ നിയന്ത്രണവും നിരോധനവുമുണ്ട്. അത് അതുപോലെ തുടരുകയും ചെയ്യും. അതിന് ഒപ്പമാണ് പുതിയ തീരുമാനം കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ഒക്ടോബർ 1 മുതലാണ് ഈ തീരുമാനം നിലവിൽ വരിക. ഇപ്പോൾ എമിറേറ്റ്സ് ഇത് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയുടേത് അടക്കമുള്ള മറ്റ് വിമാന കമ്പനികൾ ഇത്തരമൊരു തീരുമാനം ഇനി പ്രഖ്യാപിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.